ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ആരതി പ്രദീപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തൂരിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചടങ്ങിൽ M അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് VS ജോയി, KPCC ജനറൽ സെക്രട്ടറിമാരായ TP അജയ് മോഹൻ, KP നൌഷാദ് അലി, XMP ഹരിദാസ്, അഡ്വക്കേറ്റ് നസറുള്ള, MA രോഹിത്, CM പുരുഷോത്തമൻ മാസ്റ്റർ, MP അലി മാസ്റ്റർ, അഡ്വക്കേറ്റ് EK അൻഷിദ്, IP ജലീൽ, അൻവർ കക്കടി, സലീം കൂട്ടായി, ഷെരീഫ് KV, നാസർ ഹാജി, TP പ്രഭാകരൻ, ജില്ലാ സ്ഥാനാർത്ഥി ആരതി പ്രദീപ്, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ ഷബ്ന കൊളങ്ങര വീട്ടിൽ, KP അമീൻ, CM മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു. മുഴുവൻ വാർഡ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് പുറത്തൂർ പഞ്ചായത്ത് UDF പ്രകടന പത്രികയും ഡിജിറ്റൽ ഡോക്യുമെൻ്ററിയും പ്രതിപക്ഷ നേതാവ് പ്രകാശനം ചെയ്തു. നിലാവിഷൻ, പുറത്തൂർ. നമ്മുടെ ഈ നേതാക്കളെ, പ്രിയമുള്ള സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. എല്ലാ സർക്കാരുകളോടും പലതരത്തിൽ എതിർപ്പുകൾ ജനങ്ങൾക്കുണ്ടായി. പക്ഷെ ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ളത് എതിർപ്പല്ല, വെറുപ്പാണ്. ജനങ്ങൾ വെറുത്ത ഒരു സർക്കാരാണ്. നമ്മൾ UDF ഈ സർക്കാരിനെതിരായിട്ടൊരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ 3 കൊല്ലം മുമ്പ് പറഞ്ഞു, കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ. ഇന്ന് കാലം അതിനടിവരയിടുകയാണ്. ശബരിമലയിൽ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളയും കഥകും ദ്വാരപാലക ശില്പവും അടിച്ചു മാറ്റിയ മോഷ്ടാക്കളുടെ പാർട്ടിയാണ് CPM. എന്താ അവർ പറഞ്ഞത്? ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അന്ന് നമ്മൾ പറഞ്ഞു, ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അറിയപ്പെടുന്ന CPM നേതാക്കൾ ഇതിനകത്ത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ 2 സമന്നതരായ CPM നേതാക്കൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മോഷണ കുറ്റത്തിന്, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലില്ല. അവർക്കെതിരായി ഒരു സംഘടനാ നടപടി പോലും സ്വീകരിക്കാൻ CPM തയ്യാറാവുന്നില്ല. അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ്. കാരണം അവരെ പേടിയാണ്. അവരിനി വേറെ നേതാക്കന്മാരെ കുറിച്ച് പറയും, മൊഴി കൊടുക്കും. ഇനിയും CPM നേതാക്കൾ ജയിലിൽ പോകുമെന്നുള്ള ഭയമാണ്. കോടതി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ